നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹത. മകളെ രക്ഷിക്കാനുള്ള ശ്രമം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹത ആരോപിച്ച ബി.ജെ.പി. നേതാവും ഡി.ജി.പിയുമായ ജേക്കബ് തോമസ് രംഗത്ത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ SFIO അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ കാണാനായി പിണറായി വിജയൻ എത്തിയിരിക്കുന്നതെന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറാതിരിക്കാൻ വേണ്ടി ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രിയുടെ തന്നെ കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. കാര്യങ്ങൾ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിൽ രാഷ്ട്രീയം ആരോപിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. ബി.ജെ.പി. ഫാസിസ്റ്റ് അല്ലെന്ന പ്രകാശ് കാരാട്ടിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ലൈനായി മാറുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ CPM ബി.ജെ.പിയുമായി ഒന്നിക്കുന്നതിന്റെ റിഹേഴ്സലായിരുന്നു ഡൽഹിയിൽ നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ ബി.ജെ.പിയുമായി CPM ധാരണയുണ്ടാക്കി. ഗവർണർ ബി.ജെ.പിക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ പാലമായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ അവകാശമുണ്ടെന്നും രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിലെ കേരള ഹൗസിലെത്തിയാണ് ധനമന്ത്രി അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്രീയ ഭിന്നതയെ തുടർന്ന് കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നതിനിടെയായിരുന്നു കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്.